ആഴ്ച കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവ് തന്നെയാണ്. ഉഷ ജോസ് എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അനാസ്ഥ എത്രമാത്രമാണ് എന്ന കാര്യം വളരെയധികം വിശാലമായി തന്നെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. 2021 മെയ് 10 ഗർഭാശയ മുഴയെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉഷ ജോസ് ചികിത്സ തേടുന്നത്. തുടർന്നുണ്ടായ ചികിത്സാ പിഴവിൽ കത്രികയ്ക്ക് സമാനമായ ആർട്ടറി ഫോഴ്സ്മെന്റ് എന്ന ഉപകരണം വയറ്റിൽ വെച്ച് മറക്കുകയും തുടർന്ന് കഠിനമായ വയറുവേദന 5 വർഷക്കാലം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഈ 5 വർഷക്കാലവും ഇതേ ആശുപത്രിയിൽ തന്നെ വയറുവേദനയുടെ അടിസ്ഥാനത്തിൽ പലതവണ ചികിത്സ തേടിയിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 5 തവണയും ഇതൊരു സാധാരണ വയറുവേദനയാണെന്നും നിസ്സാര കാര്യങ്ങൾ കൊണ്ട് മാറിയിരിക്കും തുടങ്ങിയ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഡോക്ടർമാർ ഉഷയെ തിരികെ അയച്ചു. തുടർന്ന് ഒരു പബ്ലിക് ലബോറട്ടറിയിൽ നടത്തിയ സ്കാനിങ്ങിലാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയിരിക്കുന്ന കാര്യം ലോകം തന്നെ അറിയുന്നത്. തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഓപ്പറേഷനിലൂടെ ഇത് പൂർണ്ണമായും പുറത്തെടുക്കാൻ സാധിച്ചെങ്കിലും 5 വർഷക്കാലം വയറിനുള്ളിൽ കുടുങ്ങിയിരുന്നതിനാൽ തുരുമ്പെടുക്കുകയും വയറിൽ മുറിവുകൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ആരോഗ്യരംഗത്തെ അനാസ്ഥ എത്രമാത്രമാണെന്ന് വിളിച്ചു പറയാൻ ഇതിലും വലിയൊരു ഉദാഹരണം ഇനി നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതേ സമാനമായ മറ്റ് വിഷയങ്ങളും ഇതിനു മുമ്പും തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും അതിശയകരമാകുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഒരു മറുപടി വന്നിരുന്നു. വയറ്റിലിരിക്കുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ് അണുവിമുക്തമാണെന്നും 50 വർഷം വരെ ഇത് വയറ്റിലിരുന്നാലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുമായിരുന്നു ആ ഡോക്ടർ നൽകിയ മറുപടി. എന്നാൽ ഈ ഉപകരണം നീണ്ട 5 വർഷക്കാലം വയറിനുള്ളിൽ ഇരുന്നതിനാൽ വളരെ കഠിനമായ വേദന അനുഭവിക്കേണ്ടി വന്ന ഉഷ ജോസിന് കിട്ടിയ നീതി ഇവരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഇതിലൂടെ ആ വേദനയ്ക്ക് ഒരു ഉത്തരം കൊടുക്കാൻ കേരള സർക്കാരിന് സാധിക്കുമോ എന്നൊരു ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്.